ഈ തിരുമുടി, അതുപോലെ പ്രവാചകന്മാരുടെ ആസാറുകൾ എന്ന് പറഞ്ഞാൽ, ആസാർ എന്ന് പറഞ്ഞാൽ അവരുപയോഗിച്ച വസ്തുക്കൾ, അല്ലെങ്കിൽ അവരുപയോഗിച്ച വടി, അല്ലെങ്കിൽ അവരുപയോഗിച്ച പേന. മഹാന്മാർ അതിന് പണ്ടേ ബറക്കത്തുണ്ട്. പണ്ടുകാലത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം വരുന്നതിന് മുമ്പ് തന്നെ വലിയ ബറക്കത്തുള്ളതായിരുന്നു അത്. ഞാനത് കേൾപ്പിച്ചു തരാം പ്രിയപ്പെട്ട സഹോദരന്മാരത് ഞാൻ പറയുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 248 ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ റഹ്മത്തുള്ളാഹി ഖാസിമി അദ്ദേഹം തന്നെ പ്രസംഗം നടത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്ന വാചകങ്ങൾ എന്താണെന്നറിയുമോ? ശരിക്ക് ശ്രദ്ധിച്ചോളൂ. ഒരാൾ നേതാവാകാനുള്ള യോഗ്യത മഹാന്മാരുടെ ആസാറുകൾ, പഴയ കാലത്തുള്ള പണ്ഡിതന്മാരുടെ ആസാറുകൾ കിട്ടലാണ്. അങ്ങനെയാണ് ശംബീൽ നബിയുടെ കാലത്ത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് തിരുശേഷിപ്പിനെ കുറിച്ച് മർക്കസിൽ മുടി വരുന്നതിന് മുമ്പ് കാസിമി നടത്തിയ പ്രസംഗമാണ്. ഞാൻ വിമർശിക്കാനല്ല, പഠിക്കാൻ വേണ്ടിയാണത് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒരൽപ്പം കേട്ടോളൂ, നിങ്ങളത് പറയും. ചിന്തിക്കണം, എന്താണ് അമ്പിയാക്കന്മാരുടെ രീതി? ശംബീൽ നബിയുടെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജാലൂത്തിനോടുള്ള പ്രശ്നമുണ്ടായി. 2 ലക്ഷത്തോളം വരുന്ന പടയാളികൾ പലസ്തീനും ജോർദാനും അറ്റാക്ക് ചെയ്തു. മുസ്ലിമീങ്ങളെ തകർക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിനെ എതിരിടാൻ അക്കാലത്തെ നബിയായിരുന്നു മഹാനായ ശംബീൽ. ഉറക്കട് പറയും, എന്താ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? മഹാനായ ശംബീൽ ഒക്കെ എടുത്തു നോക്കി. റഹ്മത്തുള്ള വെറുതെ പറയൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ കലാമിന്റെ സദസ്സാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞു, യുദ്ധത്തിന് പോകണമെന്ന് ശംബീൽ നബി പറഞ്ഞു. യുദ്ധത്തിന് പോകണമെങ്കിൽ സൈന്യാധിപൻ വേണം. അപ്പോൾ പറഞ്ഞു, ആട്ടിടയനായ മലമടക്കിലാടിനെ മേക്കുന്ന ആട്ടിടയനായ ഒരു സ്വാലിഹുണ്ട്, മഹാനായ ത്വാലൂത്ത് റളിയല്ലാഹു. ഉറക്കണ്ട് പറയും. ആളുകൾ വരും, നിങ്ങൾ എന്റെ അടുത്ത് നോക്കിയാൽ മതി. ഇത് കാര്യമായ വിഷയം. അന്ന് തെറ്റിയിട്ട് പിന്നെ നാളെ അതാകാൻ പറ്റുമോ, നാളെ ഇതാകാൻ പറ്റുമോ, ഒന്നും ഇവിടെ ചോദിക്കണ്ട. പറയാണ്, ഓരോരുത്തർക്കും അതാകണോ ഇതാകണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് ഇപ്പം പറഞ്ഞുതരാം. ഞങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട്. ബാക്കി നിങ്ങൾ പോയി ചിന്തിച്ചോളൂ. അള്ളാഹു നല്ലതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ അല്ലാതെ അങ്ങനെ നോണ കെട്ടിക്കൂട്ടി ഉണ്ടാക്കി പറയാൻ മെനക്കെട്ടാൽ അത് തീരൂല. അതിന് പാർട്ടിക്ക് തീരൂല. പാർട്ടി ഇവിടെ കുറച്ചൊക്കെ വരാൻ പുണ്യം പോകുന്നുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നീ നിന്റെ ഈമാനെ സൂക്ഷിക്ക. ഇന്ന് മനുഷ്യൻ സ്വർഗത്തിലേക്ക് അടുക്കുന്നതിനേക്കാൾ നരകത്തിലേക്ക് പായുകയാണ്. അന്നത്തെ കാലം നരകത്തിലേക്ക് പോയാണ് ഇന്നത്തെ കാലം. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ശംബീൽ നബി പറഞ്ഞു, താലൂത്തിനെ കൊണ്ടൊരു സൈന്യാധിപനാക്കാൻ യുദ്ധത്തിന് പോകാം. അപ്പോൾ ഇസ്രായേലി മുതലാളി മക്കളായ ഇസ്രായേലികൾ പറഞ്ഞു, അന്നായകൂനുൽ മുൽകു അലൈനാ വലം യുഅത സഅതം മിനൽ മാൽ വനഹനു അഹഖു ബിൽ മുൽകി മിൻ. എങ്ങനെ താലൂത്തിനെ അധികാരിയാക്കും? താലൂത്തിന് മുതലില്ലല്ലോ. മുതൽ മുഴുവനും ഞങ്ങളെ കയ്യിലല്ലേ. മുതലില്ലാത്തവൻ എങ്ങനെ മുതലുള്ളോന്റെ നേതാവാകുമെന്ന് ശംബീൽ നബിയോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ശംബീൽ നബിയാവുമെന്നേന്, താലൂത്ത് നേതാവാകുമെന്നേന് മുതലല്ല മാനദണ്ഡം, ആസാറുൽ ഖുദമ ആണ്. നിങ്ങൾക്ക് ഒരു പെട്ടി വരാൻ പോകുന്നുണ്ട്, ആ പെട്ടി കിട്ടിയോ നേതാവാകും എന്ന് പറഞ്ഞു. ശരി കേട്ടോ, നന്നായി കേട്ടോളൂ. നേതാവാകാനുള്ള യോഗ്യത മുതലല്ല, ആസാറുൽ ഖുദമ. അവിടെ തന്നെ കൽപ്പിക്കണം. ബാക്കി ആസാറുൽ ഖുദമ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? മുൻഗാമികൾ ശേഷിച്ചു വെച്ച അവരെ തിരുശേഷിപ്പുകൾ, അത് കിട്ടലാണ് നേതാവാനുള്ള യോഗ്യത എന്ന് മഹാനായ ഖാസിമിയാണ് പറയുന്നത്. വെക്ക് ശംബീൽ നബിയാവുമെന്നേന്, താലൂത്ത് നേതാവാകുമെന്നേന് മുതലല്ല മാനദണ്ഡം, ആസാറുൽ ഖുദമ ആണ്. നിങ്ങൾക്ക് ഒരു പെട്ടി വരാൻ പോകുന്നുണ്ട്, ആ പെട്ടി കിട്ടിയോ നേതാവാകും എന്ന് പറഞ്ഞു. മനസ്സിലാവുന്ന ബീരങ്കിന്റെ പെട്ടിയല്ല. യുദ്ധത്തിന് പോകുകയാണെങ്കിൽ പിന്നെയും വേണ്ടത് നല്ലത് ഒന്ന് കൂടിത്തരി മനുഷ്യന്മാരെ ഒന്ന് സഹകരിക്കാലോ. ഈ യുദ്ധത്തിന് പോകുമ്പോ നല്ലത് ബീരങ്കി പെട്ടിയല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്നത് ബീരങ്കി ഒന്നും അന്നത്തെ കാലത്ത് ഇല്ലല്ലോ മൂല്യത. വേറെ എന്തെങ്കിലും ഒരു യുദ്ധത്തിന് പറ്റിയ 4 കല്ലെങ്കിലും അങ്ങനെ എറിയാൻ പറ്റിയൊരു 4 കല്ലെങ്കിലും കിട്ടുകയാണെങ്കിൽ അല്ലെ. എന്നാൽ എന്താണ് താലൂത്ത് നേതാവായതിന് തെളിവ് കൊടുത്തു. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون. മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും
അവരുപയോഗിച്ച് പിൻഗാമികൾക്ക് നൽകിയ വസ്തുക്കളാണ് ഈ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നത്. ആ പെട്ടി ലഭിച്ചപ്പോൾ ബോധ്യപ്പെട്ടു നേതാവ് താലൂത്ത് തന്നെ. യുദ്ധത്തിന് പോകാനുള്ള അടയാള താലൂത്ത് നേതാവാകുന്ന അടയാളാണ് എന്ത്? പെട്ടി. എന്താ പെട്ടിയിലുള്ളത്? ഒന്ന് പെട്ടിയിലുള്ളത് മിസ്തു ആദം നബിയുടെ ചെറുപ്പ്. പെട്ടിയിൽ ഇരങ്കല്ല, എടുത്തു നോക്ക്. ലേറ്റസ്റ്റ് തഫ്സീർ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം ഇസ്ലാമിക വിഭാഗം തലവൻ മുഹമ്മദ് അലി സാബൂനിയുടെ തഫ്സീർ എടുത്തു നോക്ക്. കോഴിക്കോട്ടെ എല്ലാ കടകളിലും എല്ലാ വലിയ കുത്തുബാനയിലും ഉണ്ടാവുമല്ലോ സഫൂത്ത് തഫാസീർ, എടുത്തു നോക്ക്. ഇല്ലെങ്കിൽ വാന്റെ കയ്യിലുണ്ട്. ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക വിഭാഗം തലവൻ അയാളടക്കം പറയുന്നു ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത് മിസ്തു ആദം. ആദം നബിയുടെ ചെറുപ്പുണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? പഴയ കാലത്ത് തന്നെ ഇസ്ലാം അംഗീകരിക്കാനും നേതാവാക്കാനുള്ള ഒരു യോഗ്യതയാണ് മഹാന്മാരുടെ ആസാറുകൾ അള്ളാഹു കയ്യിൽ കൊടുക്കുക എന്നത്. അത് സൂറത്തുൽ ബഖറയിലെ ആയത്തുദ്ധരിച്ച് യോഗ്യതാ നാളുകൾ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പെട്ടി കൊടുത്തിട്ടുണ്ട്. ആ പെട്ടിയിൽ എന്താ ഉള്ളത്? ആദം നബിയുടെ ചീർപ്പുണ്ട്, മൂസാ നബിയുടെ ചെരുപ്പുണ്ട്. അപ്പൊ മഹാന്മാരുടെ ആളുകൾ ഉപയോഗിച്ച ചെരുപ്പുകളും അതുപോലെ അവരെ ആധാറുകളും അതൊരാൾ നേതാവാകാനുള്ള അംഗീകാരമാണെന്ന് അതാ ഖാസിമി പറയും. ഇനി അദ്ദേഹം തന്നെ പറയുന്നു, ഞാനിത് എന്റെ വകയിലൊന്നും പറയൂല, അദ്ദേഹം തന്നെ പഴയകാലത്ത് നടത്തിയ പ്രഭാഷണത്തിൽ അയാൾ പറയുന്നു. മാത്രമല്ല യൂസുഫ് നബിയുടെ കുപ്പായം, ആ കുപ്പായമാണ് മഹാനായ യാക്കൂബിന് ഇട്ടുകൊടുത്തപ്പോ ആ കുപ്പായം കാരണമായിട്ട് യാക്കൂബ് നബിയുടെ കാഴ്ച വരെ തിരിച്ചു കിട്ടിയേ. ഇത് ഖുർആൻ പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ട് റഹ്മത്തുള്ളാഹി ഖാസിമി തന്നെ പറയട്ടെ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് ബഹുമാനത്തോടെ നമുക്ക് ഇരുന്ന് കേൾക്കാം. പറയും. ആസാർ വിട്ടു തകർന്നു, നീ ആസാർ വിട്ട് പോയവന്റെ പണി അവസാനത്താ പിന്നെ സക്കാത്തോണ്ട് അവനെ നരകാവും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം. ആസാർ പറഞ്ഞാൽ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ തിരുശേഷിപ്പുകൾ. അത് വിട്ടു പോയവന് നരകമാണെന്നാണ് താക്കീത് നൽകുന്നത്. ശരിക്കും കേട്ടോ? വെക്കൊന്നുകൂടി അതന്നെ രക്ഷിക്കട്ടെ. ആരാണ് ആസാറിനെ മുൻഗാമികളുടെ അടയാളങ്ങളെ ആര് അവമതിച്ചു അവന് ദീനില്ല. അതല്ലേ ഹിദായത്ത്. അതുകൊണ്ടല്ലേ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ. മഹാനായ സയ്യിദ്നാ യൂസുഫ് വർക്കട് പറയേ, സയ്യിദ്നാ യൂസുഫ് എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി, എന്റെ ഈ കുപ്പായം എന്റെ കുപ്പായം കൊണ്ടുപോയിക്കോളെന്നല്ല പറഞ്ഞത്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ. എന്റെ ഈ കുപ്പായം കൊണ്ടുപോയിട്ട് ഉപ്പാന്റെ മുഖത്തിട്ടാൽ ഉപ്പാക്ക് കഴിച്ചുണ്ടാവും. തിരിഞ്ഞില്ല. എങ്ങനെ പറഞ്ഞ്? എന്റെ കുപ്പായം കൊണ്ടേറ്റിട്ടാളൂ എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാദ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ മനസ്സിലായോ? ഹാദ ചുരുക്കാലോ. ഇദ്ഹബൂ ബിഖമീസി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയല്ല. ഇദ്ഹബൂ ബിഖമീസി ഹാദാ. എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി ഉപ്പ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ. എന്റെ ഈ കുപ്പായം ഉപ്പാന്റെ മുഖത്തേക്കിട്ടാൽ ഉപ്പാന്റെ കാഴ്ച ശക്തി സയ്യിദ്നാ യാക്കൂബ് കാഴ്ച മടക്കി കിട്ടുമെന്ന് സയ്യിദ്നാ യൂസുഫ്. എന്റെ ഈ കുപ്പായം എന്ന് പറയാൻ കാരണം ഈ കുപ്പായം എന്റെ കുപ്പായല്ല, ഇതിന്റെ ഉപ്പാന്റെ തന്നെ കുപ്പായമാവുന്നു. എന്നാൽ ഇതിന്റെ ഉപ്പാന്റെ കുപ്പായല്ല, ഈ കുപ്പായ ഉപ്പാന്റെ ഉപ്പായമാവുന്നു. എന്നാൽ ഉപ്പാന്റെ ഉപ്പായമാവുമല്ല, ഇത് വല്യുപ്പാന്റെ പാപ്പാന്റെ കുപ്പായമാവുന്നു. അത് സനത് മാത്രല്ല, രണ്ടും കൂടി കേട്ടോ പറയുന്നത്. ഇപ്പൊ അത് കുടുംബ പരമ്പര എന്ന് പറയണ്ട, കുടുംബ പരമ്പരയാണ് ആ കുപ്പായത്തിന്റെ സനതും കൂടിയാണ്. ചിലപ്പോ രണ്ടും ഒന്നാവും. അതാണ് കാസിമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെക്ക്. വല്യുപ്പാന്റെ ഉപ്പായവുമല്ല, ഇത് കിസ്വത്തു ജിബ്രീൽ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത കുപ്പായമാവുന്നു. ഏതാ ഈ കുപ്പായം ലമ്മ അൽഖാ നംറൂദിനിൽ ജബ്ബാർ ഇബ്രാഹീമ ഫിന്നാർ അൽബസഹു ജിബ്രീലു ഫീ വസ്തിന്നാർ. തീയിന്റെ നടുവിലേക്ക് മുഖറബായ ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധരിപ്പിച്ചു കൊടുത്ത കുപ്പായമാണ് തഫ്സീറുൽ കബീർ. എടുത്തു നോക്ക്. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ നമ്മൾ കേട്ടത്? മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്തിന്റെ മുമ്പ് തന്നെ, വളരെ മുമ്പ് തന്നെ മുൻഗാമികളുടെ ആധാറുകളും അവരെ തിരുശേഷിപ്പുകളും ഇസ്ലാം വലിയ പവർ നൽകിയിട്ടുണ്ടതിന്, അംഗീകാരം നൽകിയിട്ടുണ്ട്. അത് ഉള്ളവന് നേതാവ് വരെ ആക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി പറയുന്നു. ഇനി നിങ്ങൾ വരൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ തിരുമുടി എന്താണ് അതിന്റെ സംഭവം? ആരാണത് സൂക്ഷിച്ചു വെച്ചത്? അത് നമുക്കൊരൽപ്പം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്നെ പറയുന്നത് കേൾക്കാം. ഉസ്താദ് അവറുകൾ എന്താണ് തിരുമുടിയെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, മഹാന്മാരായ ഉസ്താദുമാരെല്ലാവരും ഒന്നിച്ചു പറയുന്ന കാര്യമാണിത്. എന്താണ് കാന്തപുരം ഉസ്താദിന് പറയാനുള്ളത് തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട്? കേട്ടോളൂ, ഉസ്താദ് അവറുകൾ പറയട്ടെ. മുഹമ്മദ് നബിയെ, അങ്ങയുടെ ശരീരം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആകയാൽ നബി തങ്ങളുടെ ആത്മാവ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതായതുപോലെ അവിടുത്തെ ശരീരവും എല്ലാം പ്രാധാന്യമുള്ളതാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് മഹത്തുക്കളായ പണ്ഡിതർ ഉദ്ധരിച്ചിട്ടുള്ളതുമാണ്. അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ ഷഅറ മുബാറക്ക്. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുടി കളയാൻ ഒരു സ്വഹാബിയെ വിളിക്കുകയും കളഞ്ഞത് ആദ്യമായി വലഭാഗവും പിന്നീട് ഇടഭാഗവും കളയിപ്പിച്ചു. വലഭാഗത്തെ മുടി ആദ്യമായി അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കൊടുക്കുകയും ജനങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അതനുസരിച്ച് 1,30,000 അതിലധികമോ വരുന്ന മുഴുവൻ സഹാബികൾക്കും കിട്ടത്തക്ക വിധം ശറഫാക്കപ്പെട്ട തലയിൽ നിന്ന് കളഞ്ഞെടുത്ത ഈ മുടി കഷ്ണങ്ങളാക്കി ഓഹരി ചെയ്തു കൊടുക്കുകയും അത് സഹാബികൾ സൂക്ഷിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ആ കഷ്ണം സൂക്ഷിച്ച പലരും സൂക്ഷിക്കുക എന്ന ബറക്കത്ത്, അതിലേക്ക് കണ്ണ് ഓടിക്കുക, നോക്കുക എന്ന ബറക്കത്ത്, കൂടാതെ ഇടയ്ക്കിടെ വെള്ളത്തിൽ അത് ഇട്ടുകൊണ്ട് ആ വെള്ളം കൊണ്ട് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള നിരവധി ബറക്കത്തുകൾ അവർ എടുത്തിട്ടുണ്ട്. അതുപ്രകാരം ഇബ്നു സിരീൻ താബിഈയാണ്, സഹാബികളിൽ നിന്ന് നേരിട്ട് പഠിച്ച താബിഈ. അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന മുടിക്കഷ്ടത്തിന് 90,000 വെള്ളി വില പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് 90,000-മോ 90 ലക്ഷമോ ഈ ദുന്യാവ് മുഴുവനും തന്നെ നിങ്ങൾ എനിക്ക് തന്നാലും നബി തങ്ങളുടെ ഷഅർ ഞാൻ വിൽക്കുകയില്ല എന്ന് പറഞ്ഞതായ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ട് നമുക്ക് കാണാം. അതുപോലെ സഹാബികളിൽ പ്രശസ്തരായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു എല്ലാ യുദ്ധത്തിലും വിജയിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കൽ വലിയ ശക്തമായ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ തലത്തൊപ്പി, പടത്തൊപ്പി വീണുപോയി. ഉടനെ വാഹനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി ഈ തൊപ്പി തിരക്കുമ്പോൾ സഹാബികൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇത്രയും ഈ തൊപ്പി തിരയുന്നത്? നമുക്ക് വേറെ പടത്തൊപ്പി എടുത്തു വെക്കാം. മഹാനവറുകൾ കേട്ടില്ല. ഉടനെ തിരഞ്ഞു നോക്കി ഈ തൊപ്പിയെടുത്ത് തലയിൽ വച്ച് സഹാബികളോട് പറഞ്ഞത്, ഈ പടത്തൊപ്പിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിക്കഷ്ടത്തിൽ നിന്ന് ഏതാനും ഭാഗം ഞാൻ എടുത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ യുദ്ധത്തിലും വിജയം ഉണ്ടാകുന്നത്, മറ്റൊന്നുമല്ല. അതുപോലെ ഈ മുടി ഈ തൊപ്പി ആരെങ്കിലും ചവിട്ടിക്കൂട്ടിപ്പോയാൽ മുടിയുടെ ഹുർമത്ത് നഷ്ടപ്പെടുത്തിയവനും ഞാൻ കാരണമായി തീരും. ഇത് ഭയപ്പെട്ടുകൊണ്ടും എൻ്റെ ഈ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടുമാണ് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് മഹാനായ സ്വഹാബി പറഞ്ഞ ചരിത്രം ഖാളി ഇയാദ് തൻ്റെ ശിഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ശരീരത്തിൻ്റെ ഭാഗമായ തലമുടി അതുകൊണ്ട് ബർക്കത്തെടുക്കുന്നത് ലോക മുസ്ലിംകൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. അൽഹംദുലില്ലാഹ് മർക്കസ് സഖാഫത്തി സുന്നിയ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ
ലഭിതങ്ങളുടെ ശ്രഫാക്കപ്പെട്ട മുടി ഇവിടെ എത്തി. മദീനയിൽ നിന്നും ബറക്കാത്തി സാദാത്തുക്കൾ പരമ്പരയായി നമുക്ക് ഇന്ത്യയിലെത്തിയിട്ടുള്ളതും ഇന്ത്യയിൽ നിന്ന് അവരുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ജനാബ് ഇക്ബാൽ ദോരാജി അവരുടെ കയ്യിൽ നിന്ന് സാക്ഷികൾ സഹിതം ഒപ്പിട്ട കരാറ് പത്രത്തോടുകൂടി എനിക്ക് ലഭിക്കുകയും ചെയ്തത് മർക്കസിൽ ഇവിടെ ഉണ്ട്. പുതുതായി റയീസുൽ അൻസാർ, അൻസാറുകളുടെ തലവനായി ഇന്ന് ഭൂലോകത്ത് ജീവിക്കുന്ന ഷെയ്ഖ് അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഖസ്റജി അവർകൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും പിതാക്കന്മാരുടെയും ശരിയായ തരീഖത്ത് സിൽസിലയിലൂടെ ലഭിച്ചിട്ടുള്ള ഷെയർ മുബാറക്കിൽ നിന്ന് ഒരു കഷ്ണം മർക്കസിൻ്റെ ജനലക്ഷങ്ങൾ സമ്മേളിച്ച സദസ്സിൽ ഈജിപ്തിൻ്റെ ഗ്രാൻഡ് മുഫ്തി അടക്കം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പണ്ഡിതന്മാർ സമ്മേളിച്ച സദസ്സിൽ വെച്ച് മർക്കസിന് സമ്മാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മർക്കസ് സഖാഫത്തി സുന്നിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഷെയർ സൂക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്ന നിലക്ക് അങ്ങേയറ്റത്തെ ഭാഗ്യമുള്ളതാണ്, ബറക്കത്തുള്ളതാണ്. അതുകൊണ്ട് ബറക്കത്തെടുക്കൽ ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ആ മുടിയുണ്ട് എന്ന് മാത്രമല്ല, ആ മുടിയിട്ട വെള്ളം 25,000 രൂപക്ക് വരെ അതാ റഹ്മത്തുള്ള ഖാസിമിൽ ഏലം ചെയ്ത് വിൽക്കുകയാണ്. കണ്ടോളൂ, എല്ലാം കൂടിയിട്ട് നിങ്ങളൊന്ന് കാണുന്നത് നല്ലതാണ്. നമ്മളെ വകയിലല്ല, പഴയ കാലത്തെ അദ്ദേഹത്തിന്റെ ഖുർആൻ പ്രഭാഷണത്തിൽ നിന്ന് തന്നെ ഒന്ന് കേൾക്കുക. വേഗാവട്ടെ. ആസാറുൽ ഖുലമായില്ലേ, ഇതേക്കുറിച്ച് കോഴിക്കോട്ടെ ഓഫീസുകളുടെ വീക്ഷണം എന്താണ് പറയട്ടെ ഇവർ. ഇനി ഞാൻ പറയുന്ന ഈ ഹദീസുകളിൽ കോഴിക്കോട്ടെ ഓഫീസിന്റെ വീക്ഷണം എന്താ? ഇവരെ ഭാഷയിൽ ഈ മുശ്രിക്കല്ലേ ഹബീബായ മുഹമ്മദ് നബി, ഈ ഇതിനെക്കുറിച്ച് നിങ്ങളെ വീക്ഷണം എന്താ പറയൂ. عن جابر عن أنس قال عن أنس قال إن النبي എല്ലാം ശ്രദ്ധിക്കണം. ഹബീബായ നബി ഹജ്ജിന്റെ വേളയാണ്. ഹബീബായ നബി മിനയിലേക്ക് വന്നു. എന്നിട്ട് ഫാത്തൽ ജംറത, ജംറയുടെ അരികിൽ ചെന്നു. ഫറമാഹ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, മുത്തഫഖ് അലൈഹി. ഇതിന് മറുപടി പറയാൻ ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കയറിയാലും ഇതിന് മറുപടി കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ല. അത് നിന്റെ അസ്ലി പൊളിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വന്നു. എന്നിട്ട് ജംറയെ എറിഞ്ഞു. സുമ്മ അതാ മൻസിലഹു, എന്നിട്ട് തന്റെ റൂമിൽ പോയി, ടെന്റിൽ പോയി. എന്നിട്ട് വനഹറ നുസുകഹു, ഹബീബായ നബി തന്റെ ആടിനെ അറുത്തു. വദഅൽ ഹല്ലാഖ, എന്നിട്ട് ബാർബറെ വിളിച്ചു. എന്നിട്ട് വനാവലൽ ഹല്ലാഖ ശിഖഹുൽ ഐമൻ. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരുടെ ഒപ്പം പോരണം. ഈ ഹദീസ് മനസ്സിലാക്കണം. ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖ് അലൈഹി. റസൂലുള്ളാഹി ഹജ്ജിന്റെ വേളയാണ്, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഹജ്ജിന്റെ വേളയാ. വന്നിട്ട് എന്റെ മീനയിൽ വന്നു. എന്നിട്ട് ജംറ എറിഞ്ഞു. എന്നിട്ട് റൂമിൽ ടെന്റിൽ വന്നു. എന്നിട്ട് ബാർബറെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? മുടി കളഞ്ഞിട്ടില്ല, കളയാൻ വേണ്ടി നിന്ന് കൊടുത്തു. ഷിഖഹുൽ ഐമൻ, സുന്നത്തായ കാര്യമാണ്. സുന്നത്തായ കാര്യമാണ് എന്ത്? വലഭാഗം കാണിച്ചു കൊടുക്കാൻ. ആദ്യം വലഭാഗം കാണിച്ചു കൊടുക്കാം. അങ്ങനെ വലഭാഗം കാണിച്ചു കൊടുത്തു. ഫഹല്ലഖഹു, ആ ബാർബർ വലഭാഗം വടിച്ചു. വടിച്ചു കഴിഞ്ഞപ്പോ ഹബീബായ നബി അബൂ ത്വൽഹത്തുൽ അൻസാരിയെ വിളിച്ചു. മുസ്തഫാ നബിയുടെ എക്കാലത്തെയും സഹായിയാണ് അബൂ ത്വൽഹ. അബൂ ത്വൽഹ വിളിച്ചിട്ട് ആ മുടി വേഗം അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ കയ്യിലേക്കാണ് കൊടുത്തു. ശ്രദ്ധിക്കണം, ആ മുടിയാണ് മനസ്സിലാക്കണം കേട്ടോ, വലിച്ചെറിയാനല്ല. എന്തിനാണ് പിന്നെ പറഞ്ഞുതരാം. കൊടുത്തു. പിന്നെ എന്നിട്ട് ഇടഭാഗം കാണിച്ചു കൊടുത്തു. അപ്പോൾ ബാർബർ ഇടഭാഗവും വടിച്ചു. പിന്നെയും അബൂ ത്വൽഹ വിളിച്ചു. എന്നിട്ട് ആ ഇടഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു. മനസ്സിലായില്ല? വലഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു.
ഇടഭാഗത്തെ മുടിയും കൊടുത്തു. എന്നിട്ട് ഫഖാല, ഹബീബായ നബി പറഞ്ഞു, ഇഖ്സിമുഹു ബൈനന്നാസ്, ഇഖ്സിമുഹു ബൈനന്നാസ്. ഇത് മനുഷ്യർക്കിടയിൽ, ഇത് സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യുക. എന്തേ? കുഴിച്ചിടാനല്ല പറഞ്ഞു. ഹബീബായ നബിയുടെ മുടിയുടെ ബറക്കത്തിന് വേണ്ടിയിട്ട് എന്താ നീ ഇതിൽ മറുപടി പറ? മറുപടി അറിയാം. എന്താ അതിന് മറുപടി അറിയാം? എന്താ ഇതിന് മറുപടി അറിയാം? ഹബീബായ നബി യഖ്സിമുഹു ബൈനന്നാസ്, യഖ്സിമുഹു ബൈനന്നാസ്. മറുപടി പറയട്ടെ. വലിയ വലിയ കേസറ്റുകളൊക്കെ ഇറങ്ങുന്നല്ലോ ഷാർജയിൽ നിന്ന്. പറയുന്നതിന് മറുപടി വളരെ ചിന്തിക്കണം. വായ തുറന്നിട്ട് മനുഷ്യനെ നശിപ്പിക്കാൻ ഇറങ്ങിയവന്റെ പിന്നാലെ കൂടരുത്. ലോഹങ്ങളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളന്മാരിറങ്ങി വരും. അസിലുള്ള ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. അല്ലാഹു തആല അസിലുള്ള ദീനിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് പറ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, മുത്തഫഖ് അലൈഹി ഹദീസ. ഇതും ലൈഫാക്കിയ പിന്നെ നിന്റെ കഥ എന്താണ്? എത്ര ലൈഫാക്കണ്ടേ? വളരെ ചിന്തിക്കണം. ഈ രണ്ട് മുടിയും കൊടുത്തിട്ട് ഹബീബായ നബി പറഞ്ഞു, യഖ്സിമുഹു ബൈനന്നാസ്, യഖ്സിമുഹു ബൈനന്നാസ്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്. എവിടെയുണ്ട്? സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചു. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പാവാട് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല. വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഇന്നും വെല്ലൂരിൽ നിലനിൽക്കുന്നുണ്ട്. ഹബീബായ നബിയുടെ മുടി വെല്ലൂരിലുണ്ട്. ഉണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ബാലു ഷരീഫ് ഹബീബായ നബിയുടെ മുടി എന്ന് പറഞ്ഞിട്ട് ജാമിയ മസ്ജിദിൽ ഡൽഹിയിൽ പലവട്ടം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എല്ലാ നിസ്കാര നിസ്കാര ശേഷം ഒരു ലേശ നേരം പ്രദർശിപ്പിക്കും. സുബഹി നിസ്കാര ശേഷവും ലേശം പ്രദർശിപ്പിക്കും. പള്ളിയിലെ മുടി അതിനുവേണ്ടി ആളുകൾ തിങ്ങിക്കൂടും. ആ വലിയ മിനാരുണ്ട്. ഇന്ത്യ വലിയ ജാമ്യ മസ്ജിദിന്റെ വലിയ മിനാരുണ്ട്. ആ മിനാരത്തിന്റെ ചോട്ടിൽ പ്രത്യേകമായ ബാലു ഷരീഫ് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ച റൂം എന്നതിന്റെ താഴെ രേഖപ്പെടുത്തി. ആളുകൾ സുബഹി നിസ്കരിക്കൊണ്ട് പാഞ്ഞു വരും. എന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കും. എനിക്കത് ആദ്യകാലത്ത് മനസ്സിലായില്ല. ആദ്യം ഞാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് പോയിട്ട് പിന്നീട് അറിഞ്ഞു അത് മുടിക്ക് വേണ്ടി കൂടുന്ന ആളുകളാണ്. അന്നത് ശ്രദ്ധിച്ചില്ല. പിന്നെ അതിനു വേണ്ടി പോയി. ബഹുമാനപ്പെട്ട ഹബീബായ നബിയുടെ മുടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെവിടെയുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോ ഒരു കാര്യം ഇപ്പൊ വ്യക്ത എന്താണ്, ഇതിലാർക്കും തർക്കമില്ല. അതിൽ മുജാഹിദ് ജമാഅത്തേരെ പോട്ടെ, അവർക്ക് പിന്നെ മറ്റേ ബാലുശ്ശേരി പറഞ്ഞ പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ബാപ്പാന്റെ മുടി എടുത്തു വെക്കുന്ന പോലെ നാം മൂപ്പര് പറഞ്ഞത്. അത് പോട്ടെ, ബാക്കിയുള്ള എല്ലാവർക്കും ഇപ്പൊ ബോധ്യപ്പെട്ടു, എല്ലാവർക്കും മനസ്സിലായി അങ്ങനെയുണ്ട്. ഇനി നമുക്കൊരു അന്വേഷണം നടത്താം, എവിടൊക്കെയാ അതുള്ളത്. അപ്പൊ ഇയാൾ പറഞ്ഞു വെല്ലൂരിലുണ്ട്, പല സ്ഥലത്തുമുണ്ട്. അങ്ങനെയാണ് ബറക്കാത്തി സയ്യിദന്മാർ, ഡൽഹിയിലുള്ള ബറക്കാത്തി സയ്യിദന്മാർ വഴി എവിടെ എത്തുന്നത്? ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന് മർക്കസിൽ കിട്ടുന്നത്. അപ്പോഴാണ് ചില ആളുകൾക്ക് അത് ലഈഫായി മാറിയത്. അന്നോടെ പ്രശ്നമായി. അപ്പോ ആദ്യം മർക്കസിൽ ഈ തിരുമുടി എത്തിയപ്പോ ഏത് മുടി? ഇപ്പൊ ഹസ്രജി കൊടുത്ത മുടിയല്ല, നേരത്തെ ഡൽഹിയിൽ നിന്ന് ഈ സാദാ ബറക്കാത്തി സാദാത്യങ്ങൾ വഴി കൊടുത്ത വെല്ലൂരിലെ മുടി, പിന്നെ ലത്തീഫിയ കോളേജിലെ മുടി എന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ ചെന്ന് നോക്ക്. ലത്തീഫിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പൾ ആ മുടി സൂക്ഷിച്ചു വെക്കുന്ന ആളാ. അദ്ദേഹത്തെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചയും ജുമയ്ക്ക് ശേഷം ഞാൻ കാന്തപുരം ഉസ്താദിന് വേണ്ടി പ്രത്യേക ഒരു പ്രാർത്ഥന നടത്താറുണ്ട്, അല്ലാതെ ഒറ്റ വെള്ളിയാഴ്ച ഉണ്ടാവില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പോ ഡൽഹിയിൽ നിന്ന് നേരെ കാന്തപുരം ഉസ്താദിന് മുടി കിട്ടിയപ്പോ അപ്പോഴതാ ബഹുമാന്യനായ അമ്പലക്കടവ് ഹമീദ് ഫൈസി ഇയാളോട് ഒരു മുഖാമുഖത്തിൽ ചോദിച്ചു, കാന്തപുരത്തിന്റെ കയ്യിൽ ഒരു മുടി കിട്ടിയിട്ടുണ്ട്, എന്താണ് അതിന്റെ അവസ്ഥ? ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോ എന്തുണ്ടായിന്നറിയോ? അമ്പലക്കടവ് ഹമീദ് ഫൈസി പറഞ്ഞു, അന്ന് ഹസ്രജിന്റെ അബുദാബിന്ന് കിട്ടിയിട്ടില്ലല്ലോ, ശരിക്കും മനസ്സിലാക്കണം, വ്യക്തമായി മനസ്സിലാക്കണം. ഇയാൾ പറഞ്ഞു, കാന്തപുരത്തിന് അത് കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അതാണ് വിഷയമുള്ളത്. ഇത് ഹസ്രജിന്റെ അടുത്തും ഡൽഹിയിലൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടിയത് കാന്തപുരത്തിനായില്ലേ.
അത് പറ്റൂലല്ലോ, ഞമ്മക്ക് കിട്ടിയില്ലല്ലോ. പണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനായപ്പോ അതിന് ഞങ്ങളെ പ്രവാചകനാക്കാത്തതെന്ന് ജൂതന്മാര് വിചാരിച്ച പോലെയാണ് ഇപ്പൊ ചില ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പൊ അന്ന് അമ്പലക്കട പൈസയോട് ചോദിച്ചു, അല്ല ഇപ്പൊ കാന്തപുരത്തിന്റെ ഒരു മുടിയുണ്ടോ? അപ്പൊ അമ്പലക്കട പൈസ പറഞ്ഞു അങ്ങനല്ല, മുടിയുണ്ട്, അത് സത്യമാണ്. മുടി എവിടെ കണ്ട്? അയാൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, അവിടെ ഹസ്രജി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അബൂദാബിയിൽ, തുർക്കിയിലൊക്കെ പറഞ്ഞിട്ട്, ആ ഹസ്രജിന്റെ അടുത്ത് ഡോക്ടർ ഹസ്രജിയുടെ സമീപത്ത് യഥാർത്ഥ മുടിയുണ്ട് എന്ന് രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ മുടിയുണ്ട്, പക്ഷെ അത് കാന്തപുരത്തിന് എന്തായാലും കിട്ടൂല. കാരണം അയാൾ ഭയങ്കര സമ്പന്നനാണ്, കാന്തപുരം പൈസ കൊടുത്ത് കണ്ടാണ് മയക്കല്, ആ അറബിനെ മയക്കാനും കഴിയില്ല, അയാൾ മഹാസമ്പന്നനാണ് എന്ന രൂപത്തിൽ മിസ്റ്റർ അമ്പലക്കടവ് പൈസ തന്നെ പറയുന്നു. ശരിക്ക് കേട്ടോളൂ, ഇത് ഞങ്ങളെ വകയല്ല, കൃത്യമായി മനസ്സിലാക്കി നിഷ്പക്ഷമായ അന്വേഷണം ഇത് നിങ്ങൾ കാണണം. എവിടെയാണ് യഥാർത്ഥ മുടിയുള്ളത് എന്ന് അമ്പലക്കടവ് പൈസ പറയുന്നത് ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. ചോദ്യോത്തരം വേഗം വരട്ടെ. ഒരു മുടി ചോദ്യം കോഴിക്കോട് ഏതോ ഒരു മർക്കസിലുണ്ടെന്ന് കേൾക്കുന്നു. അതിനെപ്പറ്റി ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിലുണ്ടാവുന്ന ആശയക്കുഴപ്പങ്ങൾ അകറ്റുവാൻ വേണ്ടി ചോദിക്കുകയാണ്. അതിനെപ്പറ്റി എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാരുടെ അഭിപ്രായം പറയാം. ആദരവുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരുടെ വിശുദ്ധ മുടി കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വാർത്തയെക്കുറിച്ച് ഒരു നിജസ്ഥിതി അറിയാനാണ് ഇവിടെ ചോദ്യം ഉന്നയിച്ചത്. പ്രാഥമികമായി പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ തിരുനബിയുടെ ഒരു മുടി കാരന്തൂർ മർക്കസിലുണ്ടെന്ന വാർത്ത സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. മുടി ഉണ്ടായിരിക്കാം, മാത്രമല്ല ഇപ്പൊ കേൾക്കുന്നത് ഒരു കെട്ട് മുടി ഉണ്ട് എന്നാണ്, നേരത്തെ ഒരു മുടി എന്നാ പറഞ്ഞത്. ഏതായിരുന്നാലും പച്ച നുണ കേട്ടോ, ഒരു കെട്ടൊന്നും നുണ പറയാൻ അടുത്ത് വെക്ക്, നുണയെന്ന് തന്നെ പറയണല്ലോ. വിവിധ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ വാർത്ത സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടെന്നാൽ ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ മുടി എന്ന് മാത്രമല്ല തങ്ങളുമായി ബന്ധപ്പെട്ട സകലമാന ആധാറുകൾക്കും വസ്തുക്കൾക്കും വല്ലാത്ത തബറുഖ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. മുജാഹിദ് പ്രസ്ഥാനമോ ജമാഅത്തുകാരോ വിശദീകരിക്കുന്നത് പോലെ അതിന് തബറുക്കില്ല, അതിന് പുണ്യമില്ല, പുണ്യം കൽപ്പിക്കൽ ശിർക്കാണ് എന്ന് പറയുന്ന വിശ്വാസം നമുക്കില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഹജ്ജിന്റെ ഭാഗമായി തങ്ങളുടെ മുടി വടിച്ചപ്പോൾ ആ മുടി ശേഖരിക്കാൻ വേണ്ടി കലക്ട് ചെയ്യാൻ വേണ്ടി സ്വഹാബത്ത് തർക്കം തിരക്ക് കൂടിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്റെ മുടിക്ക് പ്രാധാന്യം കൽപ്പിച്ചത് അത് ഖുറാഫാത്താണ്, അത് ശിർക്കാണ്, അത് അനാചാരമാണ് എന്നല്ല, മറിച്ച് നിങ്ങൾ തിരക്കല്ലേ, അബൂ തൽഹ നീ ഇവിടെ വാ, ആളുകൾക്ക് ഓരോ മുടി 2 മുടി വീതിച്ചു കൊടുത്ത് ജനങ്ങൾ തിരക്കാൻ അവസരം സൃഷ്ടിക്കണ്ട എന്ന് പറഞ്ഞ് തബറുക്കിന് മുടി ശേഖരിക്കാനുള്ള ആ പ്രവണതയെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ മുടികൾ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. നീണ്ട 14 നൂറ്റാണ്ട് കാലം പിന്നിട്ടപ്പോൾ പലപ്പോഴും പലയിടത്തും നഷ്ടപ്പെട്ടു. എന്നാലും നഷ്ടപ്പെടാതെ കൃത്യമായി പരമ്പരകൾ സ്വഹീഹായ നിലയിൽ ലോകത്തെ പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്തയാണ്. വളരെ ഭദ്രമായി ശക്തമായ ബന്ദോബസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദോബസ്തോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിയിട്ട വെള്ളം ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. ഇന്ത്യയിലെ കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിശ്ചിതമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. പക്ഷെ ആ മുടി ഇത്രമാത്രം 14 നൂറ്റാണ്ടുകാലം പാരമ്പര്യമായി കൃത്യമായ നിവേദക പരമ്പര സഹിതം ആ സിൽസില വഴി, ആ കണ്ണികൾ വഴി പാവനമായി ഇവിടെ എത്തിച്ചേർന്നു സ്ഥിരപ്പെട്ട ആ മുടികൾ ഒരു കേന്ദ്രവും മറ്റൊരു വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. എത്ര കാശ് കൊടുത്താലും ശരി. പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അയാൾക്ക് എവിടുന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ള സാധ്യത സങ്കല്പിച്ചാൽ കാന്തപുരത്തിന് പണം കൊടുത്ത അറബികളാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ കൂട്ടത്തിൽ ദുബൈയിലെ അബുദാബിയിലെ സമ്പന്നരായ മുസ്ലിം അറബികളുടെ പേരുകളുണ്ട്. അങ്ങനെ പണം കൊടുത്താൽ ഈ മുടി സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കാന്തപുരത്തിന് അറബികൾ കൊടുത്ത പണത്തിന് ഒരു ഭാഗമാണുള്ളത്. സത്യത്തിൽ അവർക്ക് പണം കൊടുത്ത കോടീശ്വരന്മാരായ ഈ അറബ് പ്രമുഖന്മാർ ഈ മുടി വിലക്കെടുക്കൂലേ? കിട്ടാല്ല. അപ്പോ മതി അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്, അബൂദാബിയിലെ ഡോക്ടർ ഖസ്റജിയുടെ സമീപത്തുണ്ടെന്ന് രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. രേഖ തിരിയാതെ രേഖ എന്ന് പറയാൻ പാടില്ലല്ലോ. രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് അവരുടെ മുഖാമുഖത്തിൽ നിന്ന് ഞാൻ നേരെ എടുത്തതാണ്. ഇനി മോനെ എടുക്കൂ, നമ്മുടെ ഖസ്റജിയെ കൊണ്ടുവാ. ഏതാണ് ഈ ഖസ്റജി? ഡോക്ടർ ഖസ്റജിയുടെ കൈവശത്തുണ്ട് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി കൊണ്ടുവരൂ അദ്ദേഹത്തെ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് ലോകം സമ്മതിച്ച ആ മുടിയതാ കാന്തപുരം ഉസ്താദിന് കൈമാറുന്നു. നിങ്ങൾ കണ്ടോ വൃത്തത്തിൽ? അതേ, ബഹുമാനപ്പെട്ട ഡോക്ടർ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മുൻ അബൂദാബിയിലെ മന്ത്രിയുടെ മകൻ അദ്ദേഹമാണ്. ആ വൃത്തത്തിൽ നിങ്ങൾ കാണുന്നത് അദ്ദേഹം തന്നെ. ഇദ്ദേഹമാണ് അമ്പലക്കട വയസ്സ് ഇപ്പൊ പറഞ്ഞാള്. എന്ത് ഇയാളെ കയ്യിലുണ്ട്? ഇദ്ദേഹം തന്നെ മർക്കസിൽ വരുന്നു. രണ്ടാമതൊരു ഷെയറെ മുബാറക്ക് മർക്കസിന് നൽകുന്നു. നമുക്കൊന്ന് കാത്തിരിക്കാം. അദ്ദേഹം തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് പ്രസംഗിക്കാണ്. ആ പ്രസംഗത്തിന്റെ പരിഭാഷപ്പെടുത്തുന്നത് പേരോട് ഉസ്താദാണ്. കേട്ടോ, ഇത് ഞാൻ വെറുതെ പറയല്ല, ഖസ്റജിയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ഖസ്റജിയാണ് നിങ്ങൾ കാണുന്നത്. കേട്ടോളൂ അദ്ദേഹത്തിന്റെ വാക്കുകൾ. فإنه يسرني എന്നെ സന്തോഷിപ്പിക്കുകയാണ് أن أعلن باسم سيد الوالد سماحة الإمام محمد الخزرجي رضي الله عنه. എന്റെ വന്യരായ പിതാവ് സമാഹത്തുൽ ഇമാം മുഹമ്മദുൽ ഖസ്റജി റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിങ്ങളുടെ മുമ്പിൽ ഉറക്കെ പറയുന്നത് എന്നെ സന്തോഷിപ്പിക്കുകയാണ്. وباسم الأنصار في العالم. അതുപോലെ അൽ അൻസാർ ഫിൽ ആലം, ലോകത്ത് അൻസാരികളുടെ പേരും അൻസാർ എന്ന സംഘടനയുടെ പേരും പറയുന്നതും ഞാൻ സന്തോഷത്തോടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. وباسم مجلس أمناء الخزانة الخزرجية للآثار النبوية الشريفة. അതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഖസാനത്തുൽ ഖസ്റജിയ എന്ന ആ മഹത്തായ സംരംഭത്തിന്റെ, ആ ബോർഡിന്റെ അതിന്റെ നേതാവും പ്രസിഡന്റുമാണെന്ന നിലക്കും ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. نقل أمانتي وحفظي وصوني وخدمتي. അതെ, അമാനത്ത് സൂക്ഷിപ്പിന്റെയും അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതിന്റെയും സേവനത്തിന്റെയും കാര്യം ഞാൻ നീക്കിവെക്കുകയാണ്. شعرة نبوية طاهرة من الذات النبوية الشريفة. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന ഏറ്റവും സംശുദ്ധമായ മഹത്തായ പവിത്രമായ അവിടുത്തെ പുണ്യ കേശം, മുടി. إلى فضيلة الشيخ العالم أبو بكر بن أحمد مسليار. الله أكبر الله أكبر الله أكبر. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടികളിൽ നിന്ന് ഞങ്ങളുടെ ആധാറുകളിൽ ഞങ്ങൾ സൂക്ഷിച്ചു വരുന്ന മുടി മഹാനായ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് അവറുകളിലേക്ക് ഞാൻ അതിന്റെ സൂക്ഷിപ്പ് ഇപ്പോൾ നീക്കിക്കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. تدعيما منا لموقفه وشكرا على ما يبذله من أجل نشر العلم وخدمة الإسلام الحنيف. പരിശുദ്ധ ഇസ്ലാമിന്റെ സേവനവും വിജ്ഞാനത്തിന്റെ പ്രചരണവും അതിനുവേണ്ടി അദ്ദേഹം ചിലവഴിച്ച സമയങ്ങളും സന്ദർഭങ്ങളും പ്രയാസങ്ങളും
അതിനെല്ലാം നന്ദിയായി അവിടുന്ന് കാണിച്ച ഈ ദീനീ സേവനത്തിന്റെ വക ആദരവായി അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഞാൻ ഇതാ ശൈഖ് അബൂബക്കറിന് കൈമാറാൻ പോവുകയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു تكريما له واختصاص من سيدي مولاي ورسول الله صلى الله عليه وآله وصحبه وسلم. ഇത് ശൈഖ് അബൂബക്കർ അവറുകൾക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വകയിലുള്ള ഒരാദരവായിട്ടാണ് ഞാൻ ഇത് നീക്കം ചെയ്യുന്നത് എന്നുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മർക്കസിലേക്ക് അതേ ഹസ്രജി വന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനത് നൽകി. അന്ന് മുതലാണ് പ്രശ്നം ഉണ്ടായത്. 2 തിരുമുടികൾ മർക്കസിലെത്തിയപ്പോ പിന്നെ ഓരോ ആളുകൾക്ക് ഭയങ്കര ബേജാറ്. അങ്ങനെയാണ് ഈ പത്രം വന്നത്. ഏതായത് അന്ധവിശ്വാസത്തിന് ആടാൻ ഒരു തലമുടി. ഇതാരാ എഴുതിയത്? നമ്മൾ ഓ അബ്ദുള്ള എന്നിട്ട് ഈ ലേഖനം തുടങ്ങുന്ന അന്ന് മുതൽ അസുഖം. അതുവരെ ഹസറജിന്റെ അടുത്തുണ്ടായിരുന്നു, ആർക്കും ഒരു കുഴപ്പമില്ല. വെല്ലൂരിലുണ്ടായിരുന്നു, പല സ്ഥലത്തുണ്ട്, ഒരു പ്രശ്നമില്ല ആർക്കും. ഇയാൾ പറഞ്ഞു കേട്ടോ, അബ്ദുള്ള എഴുതുകയാണ്, മഹാന്മാരായ പ്രവാചകന്മാരുടെ ബോഡി വേസ്റ്റ്. എന്താണ് ഇപ്പൊ ഇയാൾക്കൊരു വിചാരം? എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ശരീര വിസർജ്യം പരിശുദ്ധമോ അതോ മറ്റേതൊരു മനുഷ്യന്റേതും പോലെ ദൂരെ കളയേണ്ട മാലിന്യമോ സൃഷ്ടി ശ്രേഷ്ഠനായ മുഹമ്മദ് നബി തിരുമേനിയുടേത് എന്ന് പറഞ്ഞ് കാന്തപുരം എ പി വിഭാഗം സുന്നികൾ കാരന്തൂർ മർക്കസിൽ സൂക്ഷിക്കുന്ന തലമുടി കഴുകിയ വെള്ളം പവിത്രമായി കരുതി കുപ്പികളിലും കന്നാസുകളിലുമാക്കി ആളുകൾ കൊണ്ടുപോകുന്നത് നേരിൽ കണ്ടപ്പോഴാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഇപ്പോഴും പ്രസക്തിയുണ്ടെന്ന് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് അവസാനം അയാൾ പറഞ്ഞെന്താണെന്നറിയോ? അവസാനം ഇയാൾ പറഞ്ഞു, ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. മകര സംക്രാന്തി നാളിൽ ദേവസ്വം ബോർഡും സംസ്ഥാന വൈദ്യുതി ബോർഡും സഹകരിച്ചു കർപ്പൂരം കത്തിച്ചുണ്ടാക്കുന്ന പ്രകാശത്തെ ദിവ്യ വെളിച്ചമായി ചിത്രീകരിച്ച് ഒരു വശത്തു പാവപ്പെട്ട ഹിന്ദു വിശ്വാസികളെ ഭീകരമായി ചൂഷണം ചെയ്യുമ്പോൾ എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു തലനാരി വെള്ളത്തിലിട്ട് മുക്കി മുസ്ലിം വിശ്വാസികളെ കൊണ്ടു തന്നെ കുടിപ്പിച്ചു മറ്റൊരു കൂട്ടർ തങ്ങൾക്കു ചുറ്റുമുള്ളവരെ അന്ധവിശ്വാസത്തിൽ കെട്ടിയിടുന്നു. സുബ്ഹാനല്ലാഹ്. ശബരിമലയിലെ മകരജ്യോതി വിളക്കിനെ പോലെയാണ് റസൂലുള്ളാഹിയുടെ മുടിയെന്ന് എഴുതിയിരിക്കുകയാണ് ഈ വിദ്വാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നിട്ട് ഇയാൾ ഒരുപാട് എഴുതി. ഞാനത് വായിക്കുന്നില്ല. വലിയ വലിയ ഹദീസുകളൊക്കെ ഇയാൾ ചാടിപ്പോകലാണെന്ന് എഴുതി. അതിന്റെ കൂട്ടത്തിൽ മഹാനായ നബിതങ്ങളെ കളിയാക്കി. നബിതങ്ങളുടെ ശരീരത്തിൽ ഈച്ചയിരിക്കില്ല പോൽ എന്ന് പറഞ്ഞ് അവിടുത്തെ പരിഹസിച്ചു. ഒരുപാട് എഴുതി. ഞങ്ങളൊന്ന് പരിശോധിച്ചു, എന്താ ഇപ്പൊ ഇയാൾ ഇങ്ങനെ എഴുതാനുള്ള കാരണം? എന്തായിരിക്കും നമ്മളെ അബ്ദുള്ള മൗലവി ഇങ്ങനെ എഴുതിയത്? അപ്പോഴാണ് അതിന്റെ ഉത്തരം മൂപ്പര ബുക്കിൽ തന്നെ കിട്ടിയത്. എന്താണെന്നറിയോ? ശത്രുക്കളല്ല സ്നേഹിതന്മാർ. ഇതിന്റെ നോക്കിട്ടോ, എന്തുകൊണ്ടാണ് ഇയാൾ എങ്ങനെ എഴുതിയത്? ഇതിന്റെ 95-ാമത്തെ പേജിൽ അതിന് മറുപടി ഉണ്ട്. എന്താണ് അയാൾ അങ്ങനെ എഴുതിപ്പോയത്? ഒന്നുമല്ല, ഞാനൊന്ന് വായിച്ചു തരാ. അദ്ദേഹത്തിന്റെ സ്വന്തം ബുക്ക് ശത്രുക്കളല്ല സ്നേഹിതന്മാർ, ജമാഅത്തെ ഇസ്ലാമിക്കാർക്കെതിരെ അയാൾ എഴുതിയ ബുക്ക്. ഈ ബുക്കിലതാ ഇതിന്റെ 95-ാമത്തെ പേജിൽ പറയുന്നു. അതിന്റെ സത്യം എന്താണെന്നറിയോ? ചേകന്നൂര് മൗലവി എന്റെ ഗുരുനാഥനാണ്. നല്ല ഉസ്താദിനെയാണ് കിട്ടിയത്. ഓ അബ്ദുള്ള മൗലവിന്റെ ഉസ്താദാരാ? ഓ അബ്ദുള്ള മൗലവി പറയാണ്, ചേകനൂര് മൗലവി എന്റെ ഗുരുനാഥനാണ്. ഗുരുനാഥൻ എന്ന നിലക്ക് എന്നെയും എന്നെ പോലെയുള്ളവരെയും ആഴത്തിൽ സ്വാധീനിച്ച ശാന്തപുരത്തെ ഞങ്ങളുടെ അധ്യാപകനായിരുന്നു ചേകനൂര് മൗലവി. മാത്രമല്ല, കേട്ടോ, ഇനിയും കേട്ടോ, ഈ മനുഷ്യന്റെ ക്ലാസ്സിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഞാനൊന്ന് വായിച്ചു തരാം. ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, പിൽക്കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട വിചാരധാരയുടെ മുഖ്യ കാർമ്മികനും പല കാരണങ്ങളാൽ ഇസ്ലാമിക സമൂഹത്തിൽ വിമത ചിന്തകൾ വെച്ച് പുലർത്തുന്നവരും ഇമാമും മുസ്ലിം വിരുദ്ധ ഫാസിസ്റ്റ് റാഷണലിസ്റ്റ് ലോബിയുടെ പ്രതീക്ഷയുമായി തീർന്ന മൗലവിയുടെ, കേട്ടോളൂ, ദുരൂഹവും ദാരുണവുമായ അന്ത്യത്തിന് തുടക്കം കുറിച്ച ചിന്ത രൂപം കൊണ്ടതു ശാന്തപുരം കോളേജിലെ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ വെച്ചായിരുന്നു. അപ്പൊ ചേകനൂർ മൗലവിയാണ് അബ്ദുള്ള സാഹിബിന്റെ ഉസ്താദ്. ആ ഉസ്താദ് അത്തരം ചിന്തകൾ തുടങ്ങിയത് അയാളെ ക്ലാസ്സിൽ വെച്ചാണെന്ന് മിസ്റ്റർ അബ്ദുള്ള മൗലവി തന്നെ എഴുതുന്നു. അതുകൊണ്ട് തന്നെയല്ലേ ഇതിന്റെ അബ്ദുള്ളനെ കണ്ടിട്ട് ആരും അതിലെ പോണ്ടട്ടോ. കാരണം എന്താ? അയാൾ ഈ ബുക്കിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു സെന്റൻസ് ഞാൻ വായിച്ചു തരാം. ശത്രുക്കളുടെ സ്നേഹിതന്മാർ. ആ ബുക്ക് തുടങ്ങുന്നത് എങ്ങനെയാണ്?
കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തെ വിവാഹ വീട് ജമാഅത്ത് കുടുംബം കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ വയോധികനും പ്രാദേശിക ജമാഅത്തിന്റെ ദീർഘകാല അമരക്കാരിൽ ഒരാളുമായ മാന്യദേഹം കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ജമാഅത്തിന്റെ നേതാവ് അബ്ദുള്ള മൗലവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞത്ര എന്തെന്നറിയോ, എന്തൊക്കെയായാലും നാളെ പരലോകത്ത് ചെന്നാൽ എല്ലാവരും കടക്കുന്ന വേഗതയിൽ അള്ളാഹു നിശ്ചയിച്ച ചെക്ക് പോസ്റ്റ് ഈസിയായി കടക്കാൻ കഴിയുമെന്ന് താങ്കൾ കരുതേണ്ട, വഴിയിൽ താങ്കൾ തടഞ്ഞിടപ്പെടുമെന്നത് തീർച്ചയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തന്നെ അയാളോട് പറഞ്ഞു. പരലോകത്ത് പെട്ടെന്നും കഴിച്ചിടാവൂലട്ടോ അബ്ദുള്ള മൗലവി എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ അബ്ദുള്ള മൗലവിന്റെ ഉസ്താദും നല്ല ഉസ്താദാണ് ചേകനൂർ മൗലവി. അയാൾ പരലോകത്തെത്തിയാൽ രക്ഷപ്പെടൂലാന്ന് അയാൾ അങ്ങനെയാണ് ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ. ഒരുപാട് ഇതിലുണ്ട്. അപ്പൊ അബ്ദുള്ള മൗലവിയെ സംബന്ധിച്ചിടത്തോളം മൗദൂദിയുടെ പേന 24 ലക്ഷത്തിന് ലേലം ചെയ്തതും അതുപോലെ ഇത്തരം ലേഖനങ്ങളൊക്കെ അദ്ദേഹം എഴുതിയില്ലെങ്കിലേ അത്ഭുതങ്ങളുള്ളൂ. ചേകനൂരിന്റെ അടുത്ത ഒരു പ്രതിരൂപമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നതല്ലാതെ എന്താണ് അയാളെ സംബന്ധിച്ച് ഇനി പറയാനുള്ളത്? പക്ഷേ അങ്ങനെയല്ലല്ലോ മറ്റു ചില ആളുകൾ. അവർക്കും തുടങ്ങിയ അസൂയ മാത്രം. ഞാൻ പറഞ്ഞു തരാം, അതും കൂടി അങ്ങ് പറയാ. ചേകനൂർ മൗലവിയുടെ ശിഷ്യനായ അബ്ദുള്ള മൗലവി അതിനെ വിമർശിച്ചു എന്ന് മാത്രമല്ല, പിന്നെ എന്താണ് സംഭവിച്ചത്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഹസ്റജി ഇതങ്ങ് നൽകിയപ്പോ അതാ വരുന്നു. ഒന്നും ചിന്തിച്ചില്ല, ഒന്നും ചിന്തിക്കാൻ അവസരം കിട്ടിയില്ല. നേരത്തെ ഹസ്റജിയുടെ സമീപത്തുണ്ട് എന്ന് പ്രസംഗിച്ച അമ്പലക്കടവ് വൈസി തന്നെ മർക്ക സമ്മേളനം കഴിഞ്ഞ് പിറ്റേ ദിവസം ജാമിയ നൂരിയയുടെ സമ്മേളനം നടക്കാണ് പട്ടിക്കാട്. ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല, ഒരു ഫോൺ വന്ന് വിളിച്ചിട്ടില്ല. ആ പട്ടിക്കാട് സമ്മേളനത്തിൽ വെച്ച് അമ്പലക്കടവ് ഫൈസി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? കൃത്യമായി അദ്ദേഹം പറഞ്ഞു, അത് സ്വപ്നം കണ്ടു കൊടുന്നതാണത്രേ, അതോടെ പോയി അതിന്റെ കാര്യം. നിങ്ങൾ ചിന്തിക്കണം, ഒരന്വേഷണവും നടത്തിയിട്ടില്ല. അർക്ക സമ്മേളനം കഴിഞ്ഞു, കാന്തപുരം ഉസ്താദിന് കിട്ടി എന്ന് കേട്ടതിന്റെ അടുത്ത ദിവസം അദ്ദേഹം പറഞ്ഞ വർത്തമാനമാണ് നിങ്ങൾ കേൾക്കുന്നത്. അസൂയയല്ലാതെ ഇതിന്റെ പിന്നിൽ എന്താണ്? കേട്ടോളൂ, ഒന്നൊന്ന് കേൾപ്പിച്ചൂടാ? അതന്നെ മതി, അങ്ങനെ തന്നെ കിട്ടൂ, അതിന് ശബ്ദമേ ഉള്ളൂ. വെച്ചോ. സനതെല്ലാം പറയുന്ന ആൾക്കാർ കേട്ടോളൂ, ചോദിക്കണ്ട. ഇപ്പൊ സനത് വായിച്ചു വരും. ഒന്നാമത്തെ മുടി അവിടെ ഉണ്ട്, രണ്ടാമത്തെ മുടിന്റെ സനത് ഞാൻ പോയി. അവന്റെ ഒന്നാമത്തെ മുടിന്റെ സനത് എടുത്ത് പോയത് ആളുകളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. മാത്രല്ല, ഞാൻ രണ്ടാമത്തെ മുടിനെ കുറിച്ച് ഞാൻ പറയുകയല്ല. രണ്ടാമത്തെ മുടി കൈമാറിയ അറബ് സഹോദരൻ കൃത്യമായി അതിന്റെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് സമർപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിന്റെ വക വിശദീകരണം. ഈ മുടി എങ്ങനെയാണ് ഇവിടെ എത്തിയത് നിങ്ങൾക്ക് അറിയോ? ആ വിശദീകരണം, ഈ മുടി ഇവിടെ എത്തിയത് മഹാനായ അറബ് സഹോദരന് മദീന മുനവ്വറയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാന്തപുരത്തിൽ കൊടുക്കണമെന്ന് സ്വപ്നം കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ തന്നെ ഒരേ കാര്യം അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സത്യസന്ധനാണ്. നിങ്ങള് റസൂല് സ്വപ്നം കാണിച്ചു, അപ്പൊ തന്നെ പോയി അതിന്റെ കാര്യം. എന്താ അതൊക്കെ പറയുന്നത്? എന്തിനെ കുറിച്ചാ? ഒരു അന്വേഷണം ഇല്ല. നേരത്തെ ഹസ്റജിന്റെ അടുത്ത് മുടിണ്ട് എന്ന് പറഞ്ഞു, ഇപ്പൊ കാന്തപുരത്തിന് കിട്ടിയെന്ന് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് കഴിഞ്ഞു അതിന്റെ കാര്യം അത്രേ. നിങ്ങൾ ചിന്തിക്കണം, ഇത് കളിയാരോടാണ്? കാന്തപുരം ഉസ്താദിനോടല്ല. അബ്ദുള്ളയും മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദും കാളമ്പാടി ഉസ്താദും നേതൃത്വം നൽകുന്ന ജമിയത്തുൽ ഉലമയോ ആ സമൂഹത്തെയോ അല്ല. നല്ലൊരുപാട് മനുഷ്യന്മാരുണ്ട്. ചെറുശ്ശേരി ഉസ്താദിന് വരെ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട ഉസ്താദ് എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങൾ അതിനെ ആക്ഷേപിച്ചണോ ഞങ്ങളോട് ചോദിച്ചത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അമ്പലക്കടവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്പലക്കടവ് ഓനാണോ സമസ്ത എന്നാ ചോദിച്ചത്. ശ്രദ്ധിക്കണം, നമ്മൾ അവരെ ആക്ഷേപിക്കുന്നില്ല. ഈ അമ്പലക്കടവും 2-3 ആളുകളും ഈ പിണങ്ങോട് ഗ്രൂപ്പ് ഇവർ സമൂഹത്തെ കൊണ്ടുപോകുന്നത്, അതിലും ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. അവർ നബിതങ്ങൾക്കെതിരെ ശബ്ദിക്കണം, എന്നിട്ട് അവരെ ഈമാൻ പോകണം. ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. ഞങ്ങളിത് പറയേണ്ടി വന്നതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ ഖണ്ഡനം നടത്താൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ മുജാഹിദും ജമാഅത്തിനെയും പറയലല്ലാതെ വേറൊരു വിഷയത്തിലും ഞങ്ങൾ ഇടപെടലില്ല. പക്ഷേ ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ ഇടപെടേണ്ടി വരും. ഇതാ വേറൊരു നേതാവ് ഞാൻ കാണിച്ചു തരാം. ഇതേതാണ്? ഇത് വേറൊരു മാധ്യമം. 2011 ഫെബ്രുവരി 27 ഇതിലതാ ഒരു വാർത്ത. തിരുനബിക്കേശം ആത്മീയ തട്ടിപ്പിൽ വഞ്ചിതരാവരുത് ഡോക്ടർ ബഹാവുദ്ദീൻ. ബഹാവുദ്ദീൻ കുരിയാട്. ഞാനിങ്ങനെ വായിച്ചു നോക്കി, എന്താ മൂപ്പര തെളിവ്? അപ്പൊ എന്താ തെളിവ് എന്നറിയോ? പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കേശം എന്ന പേരിൽ വിശ്വാസികളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന ആത്മീയ തട്ടിപ്പ് കരുതലോടെ കാണണമെന്ന്, അതിൽ വിശ്വാസികൾ വഞ്ചിതരാകരുതെന്നും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നബി പറഞ്ഞു. എന്നിട്ട് എന്താ അതിന്റെ കാരണം എന്നറിയ? കേട്ടോട്ടോ,
പ്രവാചകന്റെ വിയോഗത്തിന് ശേഷവും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇത്രയേറെ കേശങ്ങളുമായി ആരെങ്കിലും വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. ഇയാളെ ബുദ്ധിക്ക് നിരക്കുന്നില്ലത്രേ റസൂലുള്ളാഹിന്റെ മുടിയുള്ളത്. സഹോദര, അതാണ് കുഴപ്പം. ബഹാവുദ്ദീൻ കൂരിയാടുന്ന ഈ മൗലവിയുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. നബിതങ്ങളുടെ ശരീരത്തിൽ നിന്നും അത് കേശം മർക്കസിലുള്ളത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ഇസ്ലാമിലെ യുക്തിവാദികളാണോ ഈ ഗ്രൂപ്പെന്ന് ഈ പിണങ്ങോട് ഗ്രൂപ്പിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആക്ഷേപിക്കുന്നത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂലിനെ കുറിച്ച് തോന്നിവാസം പറഞ്ഞതുകൊണ്ടാണ്. കണ്ടോ, ഞാൻ അന്വേഷിച്ചു. മിനിയാന്ന് കോഴിക്കോട് നടന്ന പ്രഭാഷണം ഞാൻ അടി മുതൽ അതിന്റെ എ മുതൽ സെഡ് വരെ കേട്ടു. കേട്ടപ്പോഴതാ അയാൾ പറയുന്നു, എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് സനദില്ലാത്തോണ്ടൊന്നല്ല, മുടി ഒരുപാടുണ്ടായി. അല്ല മോനെ, അത് ഒരുപാട് മുടി ഉണ്ടായി, അതിന്റെ ഓർമ്മ നീളമുണ്ട് മുടിക്ക്. ഒരു പണ്ഡിതൻ പറയുന്ന കോല അത് കേട്ടോളൂ. ബഹാവുദ്ദീൻ കുരിവാട് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന കോഴിക്കോട് സമ്മേളനത്തിൽ പറഞ്ഞ വെടിയ കേൾക്ക്. ഏകദേശം 3 ആഴ്ച മുൻപാണ് എൻ്റെ ഒരു പ്രസ്താവന പത്രങ്ങളിൽ വന്നത്. അതായത് മൗലിദ് ആഘോഷം നബിദിനാഘോഷം ലോകരാഷ്ട്രങ്ങളിൽ എന്ന ദാറുൽ ഹുദായിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രസാധനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിലുണ്ടായിരുന്നു. റബീഉൽ അവ്വൽ അവസാനം. അന്ന് ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു പരാമർശം നടത്തിയത് പത്രങ്ങളിൽ വന്നു. വലിയ വാർത്തയായി പല ആളുകളും വിളിച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി. അന്ന് ആ പ്രസ്താവനക്ക് എനിക്ക് പ്രചോദകമായത് ഈ തിരുകേശങ്ങളുടെ ആധിക്യം ഒന്ന് മാത്രമായിരുന്നു. ആയിരക്കണക്കിന് മുടികൾ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അതിൽ നിന്നൊരു കഷ്ണം കേരളത്തിലെ ഒരാൾക്ക് നൽകി എന്നതായിരുന്നു വാർത്ത. ഏത് പൊട്ടനും മനസ്സിലാക്കാവുന്ന വിധത്തിൽ അത്രമാത്രം ആധിക്യമുള്ളതായിരുന്നു ഈ മുടികളുടെ എണ്ണം. ഒന്ന്, അത് സംബന്ധിച്ച ഫോട്ടോകൾ എനിക്ക് ലഭിച്ചു വിശ്വസ്തരായ ആളുകളിലൂടെ. ആ ഫോട്ടോ എടുക്കപ്പെട്ടതാകട്ടെ ഈ വിവാദമുണ്ടായ ശേഷമല്ല, 2009 2 വർഷങ്ങൾക്ക് മുൻപ് എടുക്കപ്പെട്ട ചിത്രങ്ങളാണത്. ഒരാൾ മാത്രമല്ല, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ദാറുൽ ഹുദായിൽ നിന്ന് ബിരുദം നേടിയ അലവിക്കുട്ടി ഹുദവി ആ പറയപ്പെട്ട വീട്ടിൽ പോവുകയും അവിടെ അദ്ദേഹം ഒരു 5-8 മിനിറ്റ് പ്രഭാഷണം നടത്തുകയും ചെയ്തു. അതിന് സഹായകമായത് ഈ കക്ഷി നേരത്തെ ദാറുൽ ഹുദായിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇയാൾ അവിടെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ലോക്യം ബന്ധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇയാൾക്ക് അറബിയിൽ സംസാരിക്കാനും കഴിയും എന്നാണ് ഒരു അനുമോദന പ്രഭാഷണം എന്ന നിലക്ക് 5-8 മിനിറ്റ് അയാൾ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ധാരാളം മുടികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾക്കും അവിശ്വസനീയത തോന്നി. അങ്ങനെ അയാൾ അതിൻ്റെ ഫോട്ടോ എടുത്തു. അയാളെ കൂടാതെ വേറെയും അബുദാബിയിലുള്ള ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത മറ്റൊരാൾ, ഉദാഹരണത്തിന് എടപ്പാളിലെ മൊയ്തുണ്ണി ഹാജിയുടെ മകൻ മുജീബും ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകളും സൂക്ഷിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്രയധികം മുടികൾ, ആ മുടികളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ 50, 60, 70 ഒക്കെ സെന്റിമീറ്ററുകൾ നീളമുള്ള മുടികളാണ് അദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ചത്. അസുഖം മനസ്സിലായി. ഞാൻ മറുപടി പറയാം. ഇതാണ് ഇപ്പൊ ഒന്നായിട്ട് പ്രചരിപ്പിക്കുന്നത്. അത് 1000 പച്ച നോണ പറഞ്ഞതാ. 1000 നിങ്ങൾ വരി അബുദാബിയിലേക്ക് ടിക്കറ്റ് നമ്മൾ എടുത്തരാം. നിങ്ങൾ എണ്ണി നോക്ക്, കൂടുതലുണ്ട്. 1000 നിങ്ങളെ വകയാണ്. ഞങ്ങളവിടെ പോയി അന്വേഷിച്ചത്, ഇതിന് മുമ്പ് അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ അതെങ്ങനെ നീളം കൂടി, എങ്ങനെ ഇത് കൂടി, അത് ഖസ്റജിന്റെ ബുക്കിൽ തന്നെ പറയുന്നത് മാത്രമല്ല, പഠിച്ചോളൂ വിശ്വാസികളെ, നീളമുള്ള മുടിയാണ്, കുറെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിക്കാൻ പോകണ്ട. ഞാൻ ചോദിക്കട്ടെ, ഖസ്റജി ഒരു തട്ടിപ്പുകാരനാണെങ്കിൽ അയാൾക്ക് നീളമുള്ള മുടി വെക്കണോ? ഒരു ചെറിയ മുടി വെച്ചാൽ പോരെ? എന്നാ ആരും ആക്ഷേപിക്കൂലല്ലോ. ഒരു 2 മുടി അവിടെ കൊണ്ടുവച്ചാൽ പോരെ? നിങ്ങൾ ചിന്തിക്കണ്ടേ? നേരത്തെ ഖസ്റജിന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ മുടിനെ കുറിച്ചാണ് പിന്നെ ആക്ഷേപിക്കുന്നത്. എന്നാ കേട്ടോ, കിതാബ് ഞങ്ങൾ ഓതിത്തരാ, പഠിപ്പിച്ചു തരാ. ഇതേതാണ് ഗ്രന്ഥം? ഞങ്ങളെ കയ്യിലുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഷഅറിനെ കുറിച്ചൊരു പഠനം നടത്ത്. ജവാഹിറുൽ ബിഹാർ ഫീ ഫളാഇലിൻ നബിയിൽ മുഖ്താർ. ആരാണ് ഗ്രന്ഥം എഴുതിയത്? അല്ലാമ യൂസുഫ് നബഹാനി. ഞാൻ പറയുന്നത് വിശ്വാസികളോടാണ്, ഒരിക്കലും വഞ്ചിതരാകരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശത്തെക്കുറിച്ച് അതാ അബ്ദുൽ ഗനിയുൻ നാബൽസി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ടവർ പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത് എന്നറിയോ? യൂസുഫ് നബഹാനി എന്ന ലോകപ്രസിദ്ധ പണ്ഡിതൻ
പണ്ഡിതൻ അബ്ദുൽ ഗനിയുൻ നാബൽസിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹത്തോട് ആ അബ്ദുൽ ഗനിയുൻ നാബൽസി തങ്ങളോട് പറഞ്ഞ അനുഭവം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വകാന റജുലുൻ മിൻ ഉലമാഇൽ ഹുനൂദി ഇസ്മുഹു ഗുലാം മുഹമ്മദ്. അതെ, അബ്ദുൽ ഗനിയുൻ നാബൽസി പറയുന്നു, ഞാനൊരു ദിവസം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ റൗദയിൽ ചെന്നു. റൗദയിൽ ചെന്നപ്പോഴതാ ഞാൻ ഇന്ത്യക്കാരനായ ഒരാളെ കണ്ടു. അയാൾ ആരായിരുന്നു? ഔറംഗസീബ് രാജാവിന്റെ അടുത്ത ആളായിരുന്നു. എന്നിട്ട് പറയാണ്, അബ്ദുൽ ഗനിയുൻ നാബൽസിയാണ് പറയുന്നത്, കേട്ടോ, വഅഖ്ബറനി ഐദൻ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു തന്നു, റസൂലുള്ളാന്റെ മുടി ഔറംഗസീബ് രാജാവിന്റെ സമീപത്തുണ്ടെന്ന് മാത്രമല്ല, അന്ന തിൽക ശഅറത, ആ മുടിയുണ്ടല്ലോ ഹബീബിന്റെ മുടി, ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. കിതാബിലാണ് പറയുന്നത്, കേട്ടോ, റുബ്ബമാ തതഹറകു ബിനഫ്സിഹാ, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും പലപ്പോഴും നബി തങ്ങളുടെ മുടി സ്വന്തം നിലയ്ക്ക് ഇളകാറുണ്ട്. വഅന്നഹു റആഹു ദാലിക, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അബ്ദുൽ ഗനിയുൻ നാബൽസി തങ്ങളാണ് പറയുന്നത്. ഇനിയും കേട്ടോ, ബഅദു ശഅറാത്തി അന്നഹാ തതൂലു, എഴുതി വെച്ചോ, റസൂലുള്ളാഹി തങ്ങളുടെ ശഅറേ മുബാറക്കിൽ നിന്നുള്ള ചില മുടികൾ അത് നീളം വെക്കാറുണ്ട്. എന്നിട്ട് കേട്ടോ, പോരാ, വയതവല്ലദു മിൻഹാ, ആ മുടിയിൽ നിന്ന് മറ്റു മുടികൾ ഉണ്ടാകാറുമുണ്ട്, മറ്റു മുടികൾ ജനിച്ചുണ്ടാകാറുമുണ്ട്. അതൊന്നൊരു അത്ഭുതമുള്ള സംഗതിയല്ല. ഇമാമ് പറയുകയാണ്, ഫഇന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹുൽ ഹയാത്തുൽ അദീമത്തുർ റബ്ബാനിയ അസ്സാരിയതു ഫീ ജമീഇ അജ്സാഇഹി ശരീഫ. അതെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും അവിടുത്തെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ജീവിതകാലത്ത് പോലെയുള്ള മുഴുവൻ കാര്യങ്ങളുമുണ്ട്. അപ്പൊ വളരുന്നുണ്ട്, വേറെ മുടി ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ജീവിതകാലത്ത് ഉണ്ടാകുന്നത് പോലെ നബിതങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്നു എന്ന് അബ്ദുൽ ഗനിയുൻ നാബൽസി എഴുതി വെച്ചത് മർക്കസ് എന്ന് പുറത്തിറക്കിയതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട കിതാബാണിത്. ഞാൻ ചോദിക്കട്ടെ, വിശ്വാസികളെ തെറ്റിദ്ധരിച്ചു പോകണ്ട, ഇമാമിങ്ങൾ ഇത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.